പ്രോഗ്രാമൊന്നുമില്ലേ? ശ്രീ എ.പി. ഉണ്ണികൃഷ്ണൻ്റെ ഈ അനുസ്മരണ പരിപാടി അധ്യക്ഷ വഹിക്കുന്ന ദളിത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബാബു, ഉദ്ഘാടകർ നിർവഹിച്ച നമ്മൾക്കേവർക്കും പ്രിയങ്കരനായിട്ടുള്ള പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിൽ പ്രിയപ്പെട്ട ഹമീദ് മാഷ്, PM സലാം സാഹിബ്, MLA മാർ ഉബൈദ്, ശംസു, UC തുടങ്ങി ധാരാളം ആളുകൾ ലത്തീഫൊക്കെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. ഉണ്ണികൃഷ്ണനെ ആദരിക്കുന്ന അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇതുപോലൊരു അനുസ്മരണം, എത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന അനുസ്മരണം വളരെ വിരളമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. ഈ ടൗൺ ഹാളിൽ ധാരാളം ആളുകൾ ഉണ്ണികൃഷ്ണൻ്റെ ഈ അനുസ്മരണ പങ്കെടുക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും എന്നും ഓർമ്മിക്കാവുന്ന രീതിയിൽ അത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് ഉണ്ണികൃഷ്ണനോടുള്ള അദ്ദേഹം വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തോട് നാം കാണിക്കുന്ന ആദരവും ആ സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ദളിത് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മുൻഗണന നൽകിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി. തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു കാലത്ത്, പരസ്പരം വഴിമാറി നടക്കേണ്ട ഒരു കാലത്ത്, വളരെ ഗൗരവമായി സമൂഹത്തിൽ നിന്നൊരു കാലത്ത് ചടയൻ എന്ന് പറയുന്ന ദളിത് നേതാവിനെ, ദളിത് പ്രവർത്തകനെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ കൊണ്ടുവന്ന് 3 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. മഹാനായ ബാപ്പുക്ക് തങ്ങളോടൊപ്പം സഞ്ചരിക്കുക മാത്രമല്ല, അദ്ദേഹത്തോടൊത്ത് നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വലിയ കൗതുകരമായി കണ്ടിരുന്ന കാലമാണ്. എവിടെയും കയറി ചെല്ലാൻ അനുവാദമില്ലാത്തൊരു സമൂഹം, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസകരമായിരുന്നൊരു കാലം. ആ കാലത്ത് ദളിത് വിഭാഗത്തെ കൈയുടച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് നിയമസഭാ വേദിയിൽ കൊണ്ടുവരാനും പാർട്ടി നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ടുപോകാനും മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള ആർജവും അതിൻ്റെ ഉൽപ്പന്നമാണ് ചടയൻ എന്ന് പറയുന്ന MLA നമ്മളെല്ലാ കാര്യത്തും ഓർക്കുന്നത്. സാധാരണ ദളിതുകൾക്ക് അവർക്കുള്ള സംവരണ സീറ്റുകളിലാണ് മത്സരിപ്പിക്കാറുള്ളത്, ഏത് പാർട്ടിയാണെങ്കിലും. എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടി സംവരണ സീറ്റുകൾ നോക്കിയിട്ടല്ല ദളിതുകളെ പരിഗണിച്ചത്. ഇവിടെ പ്രിയപ്പെട്ട UC രാമനുണ്ട്. രാമൻ മത്സരിച്ചത് സംവരണ സീറ്റിലല്ല, പൊതു സീറ്റിലാണ്. നിങ്ങൾക്കറിയാം, KP രാമൻ എന്ന് പറയുന്ന MLA, അദ്ദേഹം മത്സരിക്കുന്നതും അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകുന്നതും ഒരു ജനറൽ സീറ്റിൽ വെച്ചുകൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. ആ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെമ്പറായി ഒരു ദളിതരെ പറഞ്ഞയക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ദളിതർ എന്ന് പറയുന്നത് പിന്നോക്കക്കാരാണ്. എന്നും നമുക്കെല്ലാവർക്കും ദളിതർക്ക് ഇവിടെ അഭിമാനകരമായി നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുന്നുവെങ്കിലും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക്, നാട്യമ്പുറങ്ങളിലേക്ക് പോവുക, എന്നും കടകളിൽ പോയി ചായ കുടിക്കാൻ അനുവാദമില്ലാത്തവർ, ചിരട്ടയിൽ ചായ കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവർക്ക് സൗകര്യമായി പൊതുനിരത്തിലൂടെ നടക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങൾ, സവർണ മേധാവിത്വത്തിൻ്റെ അടിമയിൽ നിന്നുകൊണ്ട് അവർക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അനേകം നാട്ടുകൾ, ഓരോ നാട്യപ്പുറങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അതിനിടയിൽ ഈ ദളിതരെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊരു സംഘടന ഉണ്ടാക്കി, ആ സംഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുകയും മാതൃസംഘടന കമ്മിറ്റികളിൽ അവർക്ക് വരാനുള്ള അവസരം നൽകുകയും ചെയ്ത പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന വസ്തുത നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി ഓർക്കണം. ഉണ്ണികൃഷ്ണൻ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. എൻ്റെ മുന്നിലിരിക്കുന്നവരോട് ഉണ്ണികൃഷ്ണൻ്റെ സ്തുതികാര്യങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്നേഹിതനെ പോലെ, ഒരു സഹപ്രവർത്തകനെ പോലെ, ഒരു ലീഗ് നേതാവിനെ പോലെ നിങ്ങൾ എന്നും കണ്ടും അറിഞ്ഞും പോയിട്ടുള്ളവരാണ് നിങ്ങളുള്ളത്.
ഉണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ കഴിയും. ഞാൻ തിരൂരങ്ങാടി MLA ആയി മത്സരിച്ച് പത്തം തുടങ്ങുമ്പോൾ ഞാൻ കൊടിഞ്ഞിയിലൊരു പള്ളിയിൽ പോയി, സത്യപ്പള്ളി കൊടിഞ്ഞിയിലാണ്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ മെമ്പറിൻ്റെ തൊട്ടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണനായിരുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ണികൃഷ്ണൻ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും പങ്കെടുക്കുന്നു എന്നാണ് എന്നോട് അവർ പറയുന്നത്. ഏത് രംഗത്ത് പോയാലും, ഏത് മതപരമായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോയാലും മതത്തിനതീതമായി എവിടെയും ചെന്ന് കയറാൻ കഴിയുന്ന വ്യക്തിത്വമാണ് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത്. പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയും ഓരോ ഘട്ടങ്ങളിലും പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും നമ്മോടൊന്നിച്ചു നിന്നുകൊണ്ട് പാർട്ടിയുടെ സന്ദേശങ്ങൾ ഗ്രാമാന്തരങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള അഹോരാത്രമായ പരിശ്രമമാണ് ഉണ്ണികൃഷ്ണൻ ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ണികൃഷ്ണൻ രാപ്പകലില്ലാതെ, രാത്രിയൊന്നോ പകലെന്നോ കൂടാതെ എവിടെയും ഏത് കുഗ്രാമങ്ങളിലും ഓടിച്ചെന്ന് അവിടെ സംസാരിക്കാൻ അദ്ദേഹം ഉണ്ടാകും. അതിന് വേണ്ട സൗകര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അദ്ദേഹത്തിന് ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ആ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ആദ്യഘട്ടം മുതൽ അവസാനം വരെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ പ്രദേശത്തും ഓടിയെത്തി ക്ഷീണമറിയാതെ പ്രവർത്തകനായി, പൊതുപ്രവർത്തകനായി, പാർട്ടിയുടെ ശരിയായ അനുസരണ ഒരു പ്രവർത്തകനായി അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. പാണക്കാട് തങ്ങന്മാരുമായുള്ള അഭേദ്യമായ ബന്ധം സ്നേഹം പുലർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തൈതരിശ്യാത്വങ്ങളുടെ ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഉണ്ണികൃഷ്ണനെ വിളിച്ചു വരുത്തി പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ദളിത് എന്ന പ്രസ്ഥാനത്തെ സജീവമാക്കുന്നതിനും സംസ്ഥാന തലത്തിൽ അത് കെട്ടിപ്പടുക്കുന്നതിനും ഉള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥിയായി വികസന പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ മുൻകൈ ഉണ്ടായിരുന്നു. ഞാനിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ അനുസ്മരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടുള്ള സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവരാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും. അതുകൊണ്ടാണ് സാധാരണ ഒരു അനുശോചനത്തിനപ്പുറമായി, ഒരു അനുസ്മരണ സമ്മാനത്തിനപ്പുറമായി ഇത്രയും അധികം ആളുകൾ എത്തിച്ചേർന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ അതുപോലെ തന്നെ സജീവമായി നമ്മുടെ ഉണ്ട്. മക്കളടക്കം നമ്മളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ലീഗിൻ്റെ സന്ദേശവുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ വരാനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണെന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതി പറയുന്ന ഒരു തീരാ നഷ്ടമെന്നല്ല, അതിനപ്പുറമായി വലിയൊരു അഭാവം, ഒരു വിടവ് നമ്മുടെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് കൂടി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത് നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ദളിതിനെ ശക്തിപ്പെടുത്താനും ദളിതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനും നിലവിലുള്ള ഭാരവാഹികൾക്ക് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിക്കും.